വാട്സപ്പിലെ നമ്മുടെ പ്രധാനപ്പെട്ട ചാറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, ഇമേജുകൾ ഇതൊക്കെ നമുക്ക് ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴേക്ക് പോകുക. താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലാസ്റ്റ് ബാക്കപ്പ് നെവർ എന്ന് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് ഗൂഗിളിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി വിത്ത് വീഡിയോ, ഇമേജ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടത് ഏത് ഇമെയിൽ ഐഡിയിലേക്കാണോ ആ ഇമെയിൽ ID ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് വീഡിയോസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബട്ടൺ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോസിൻ്റെ ടോട്ടൽ സൈസ് കാണിക്കും. 2 GB ടു ബി അപ്ലോഡഡ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡേറ്റ എൻക്രിപ്റ്റഡ് ആയിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ ഓൺ ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അത് ഓൺ ആക്കുന്നതിനായിട്ട് നമ്മുടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബാക്കപ്പ് ഓഫ് എന്ന് കിടക്കുന്ന ആ ഒരു ബട്ടൺ നമ്മൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബട്ടൺ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. ടേൺ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. അവിടെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് ഇവിടെ ഞാനൊരു പാസ്വേഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ മിനിമം 6 ക്യാരക്ടേഴ്സ് വേണം. അതുപോലെ തന്നെ ആ ക്യാരക്ടേഴ്സിൽ തന്നെ ഒരു ലെറ്ററെങ്കിലും ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഞാനിവിടെ ആ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ പാസ്വേഡ് ഒന്നും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നമ്മുടെ ആ ഒരു എൻക്രിപ്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള ആ ഒരു ക്രിയേറ്റ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഡേറ്റ ബാക്കപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മെസ്സേജോട് കൂടിയിട്ടുള്ള ഈ ഒരു വിൻഡോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര % ആയി എന്നുള്ളത് നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ബാക്കപ്പിൻ്റെ ആ ഒരു മെസ്സേജ് ഡിസപ്പിയർ ചെയ്തതിന് ശേഷം കുഡ് നോട്ട് കംപ്ലീറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിൽ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യുക. വാട്സപ്പിൻ്റെ ഒരു പെർമിഷൻ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിൽ കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. താഴേക്ക് പോയതിന് ശേഷം അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പ്രിപ്പയറിംഗ് ഗൂഗിൾ സ്റ്റോറേജ് ബാക്കപ്പ് എന്ന് എഴുതി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡേറ്റ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതിനായിട്ട്. ഇവിടെ നമ്മുടെ ചാറ്റ് ബാക്കപ്പിൻ്റെ ടോട്ടൽ സൈസ് കാണുന്നതിനായിട്ട് സാധിക്കും. അതിൽ എത്ര MB നമ്മുടെ ഇമെയിൽ സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 163 എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 3% ആണ് ആയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസും ഇമേജസും ടെക്സ്റ്റ് മെസ്സേജസും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു 4 GB എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോസിൻ്റെ സൈസ് മാത്രമാണ്. നമ്മുടെ ബാക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ബാക്കപ്പ് ചെയ്ത ആ ഒരു ബാക്കപ്പ് ഫയൽ എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മെയിൽ ഐഡിയുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഡ്രൈവിലാണ് അത് സ്റ്റോർ ചെയ്ത് കിടക്കുക. അത് കാണുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ഡ്രൈവിൻ്റെ ആ ഒരു ഐക്കൺ പ്രസ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ആ ഒരു മെയിൽ ID തന്നെയാണ് ഏറ്റവും ടോപ്പിൽ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ആ ലൈൻസ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും താഴെ നമുക്ക് ബാക്കപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വാട്സപ്പ് ബാക്കപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വാട്സപ്പിൽ നിന്ന് നമ്മുടെ ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ് മെസ്സേജസ് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് ഇനി നമുക്ക് ആവശ്യം വേണ്ട സമയത്ത് നമ്മുടെ ഫോണിലേക്ക്, നമ്മുടെ വാട്സപ്പിലേക്ക് റിട്രീവ് ചെയ്ത് എടുക്കാവുന്നതാണ്. റിട്രീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു പാസ്വേഡ് ഓർമ്മയിൽ വെക്കുക എന്നുള്ളതാണ് റിട്രീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പാസ്വേഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാസ്വേഡ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ വെക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.